ഹലോ, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്ന ഈ കാർട്ടൂൺ പിക്ചർ ഈ കൊളാഷ് എങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ടൂൺമി ആപ്പും പിന്നെ ഇൻഷോട്ടുമാണ് വേണ്ടത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടൂൺമി ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു പിക്ചർ വരുന്ന ടൂൺമി ആപ്പ് ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നു. നേരെ ആപ്പ് പോയിട്ട് ഓപ്പൺ ചെയ്യാണ്. ഈ ഒരു ഫേസിൻ്റെ പിക്ചർ ഉള്ളത് ഇത് ഞാൻ ആദ്യം ചെയ്ത് വെച്ചൊരു ഫോട്ടോ അതിൽ വന്നതാണ്. നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ടെംപ്ലേറ്റ്സ് ഒക്കെയാണ് വരിക. ഈ ഒരു ബേബിയുടെ ഈ ഒരു പെൺകുട്ടി നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു കാർട്ടൂൺ പിക്ചർ പോലെ നമ്മളത് സെലക്ട് ചെയ്യുക. കുറേ അധികം ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ഇതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറി താഴെ ഓപ്പൺ ആയി വരും. അതിൽ നിന്ന് നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെ താഴെ പ്രോസസ്സിങ് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് പ്രോസസ്സിങ്ങിന് എടുക്കും. മുകളിലൊരു 3 ഡോട്ട് വന്നിട്ട് അതിൽ സേവ് കൊടുക്കുക. താഴെ ഒരു ആരോ വരും, അതിൽ സേവ് കൊടുക്കുക. പിന്നെ നേരെ നമ്മൾ ഇൻഷോട്ടിൽ പോകും. ഇൻഷോട്ടിൽ നമ്മളൊരു ഫോട്ടോയിൽ ന്യൂ പേജ് എടുക്കുക. ന്യൂ പേജിൽ നമ്മൾ ക്യാൻവാസ് 2:3 റേഷ്യോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ പിന്നെ നമ്മൾ സ്റ്റിക്കറിൽ പോയിട്ട് സ്റ്റിക്കറിൽ ഈ ഒരു ഗാലറി ഓപ്ഷൻ ഉണ്ടാവും. അത് ഞാൻ മുന്നേ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ കട്ടൗട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇല്ല, കട്ടൗട്ടിൻ്റെ ഒരു പോർഷൻ എടുത്താൽ നമ്മൾ ചെയ്ത് വെച്ചതെല്ലാം ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയണം. അതിനായിട്ട് അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇറേസ് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇറേസ് ചെയ്യുക. എന്നിട്ട് ആ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യും. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അവിടെ റിമൂവ് ആയി കിട്ടും. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ബോർഡർ കുറേയധികം ബോർഡേഴ്സ് കാണാം. അപ്പോൾ അതിൽ ഏത് ബോർഡറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ബോർഡറിൻ്റെ വിഡ്ത്ത് കൂട്ടാനും കുറക്കാനൊക്കെയാണത്. പിന്നെ അടുത്ത ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 2 കുട്ടികളെ ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്. അതും അങ്ങനെ സ്റ്റിക്കറാക്കി വെച്ചതായിട്ട് ടൂൺമി ആപ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു പ്ലേസിൽ അത് വെച്ച് കൊടുക്കുക. നമുക്ക് ക്യാപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്ഷനും ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ സ്റ്റിക്കറായിട്ട് ചെയ്തിട്ടുള്ളത്. എഡിറ്റിൽ പോയിട്ട് അതിനും നമ്മൾ ആ ബോർഡർ ലൈന് തിക്കായിട്ടോ തിന്നായിട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ക്യാപ്ഷനാണ് ഞാൻ നോക്കുന്നത്. ക്യാപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് ഫാമിലിന്നോ എന്താണ് വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫാമിലി എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. പിന്നെ അത് സേവ് കൊടുക്കുക. അങ്ങനെ ഗാലറിയിൽ അത് സേവ്